കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ പാഠത്തിന്റെ പാർട്ട് 2 ഷോർട്ട് നോട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് സ്വാലോയിങ്. എവിടെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, സ്വാലോയിങ് എന്ന് പറയുന്ന ഒരു വേർഡ് എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സ്വാലോയിങ്? സിംപ്ലി പറയുകയാണെങ്കിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിഴുങ്ങുക എന്ന അർത്ഥമാണ് വരുന്നത്. The movement of substances from the mouth oral cavity to the stomach via the pharynx and esophagus is called swallowing. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലേ, ആ ഫുഡ് മൗത്തിലാണ് ആദ്യത്തെ. ആ മൗത്തിൽ നിന്ന് ഈസോഫാഗസ് ആൻഡ് ഫാരിങ്സ്, ഈ ഒരു രണ്ട് പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഈസോഫാഗസ് ആൻഡ് ഫാരിങ്സ് വഴി സ്റ്റൊമക്കിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്വാലോയിങ് എന്ന് പറയുന്നത്. ഈ സ്വാലോയിങ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. അതായത് നമ്മുടെ ഈ വായിൽ, മൗത്തിൽ പാലറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അത് നാവിന്റെ മുകളിലായിട്ടാണ് വരിക അല്ലെ, നമ്മളൊരു അണ്ണാക്ക് എന്നൊക്കെ പറയും. ആ ഒരു പോർഷനിലായിട്ടാണ് ഈ പാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാലറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ടങ് എന്താണ്? നാവ് അല്ലെ. അപ്പൊ ഈ നാവ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എന്താക്കും, ഒരു ബോൾ ആയിട്ട് മാറ്റും. ഇനി എന്താ സംഭവിക്കുക? uvula closes the nasal cavity that opens to the pharynx. ഇനി ഈ ഒരു ഉവൂല എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, അതെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ നാസൽ ക്യാവിറ്റീനെ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. നാസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മൂക്ക് വരുന്നത്. അപ്പോൾ എന്താണ്, ഒരിക്കലും ഫുഡൊന്നും നാസൽ ക്യാവിറ്റിയിലേക്കൊന്നും കയറിപ്പോകാൻ പാടില്ല അല്ലെ. മൂക്ക് വരുന്ന പോർഷനാണ് നാസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇനി posterior part of the tongue allows food to move over the epiglottis into the esophagus. അതായത് നമ്മുടെ ടങ്ങിന്റെ, നാവിന്റെ പോസ്റ്റീരിയർ പാർട്ട്, താഴത്തുള്ള ഭാഗം എന്താക്കും, ഈ ഫുഡിനെ ഈസോഫാഗസിലേക്ക് പിന്നെ മൂവ് ചെയ്യിപ്പിക്കും. ഇനി ഈ ഈസോഫാഗസിൽ അവിടെ എന്തൊരു പോർഷൻ ഉണ്ട്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ എന്താ എപ്പിഗ്ലോട്ടിസ്? അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഫുഡ് ഒരിക്കലും എങ്ങോട്ട് എത്തരുത്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തരുത്. അത് നമ്മൾ ശ്വസിക്കുന്ന നമ്മളെ ലങ്സിലേക്കൊന്നും എത്തിപ്പോകാൻ പാടില്ല. അതാണ് നമ്മളോട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും എന്താ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെ എന്ത്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡോറ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യും, ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ട്രക്കിയയിലേക്കുള്ള, നമ്മളെ ശ്വാസകോശത്തിലേക്കുള്ള അവിടെ എന്താവും, ആ വഴി ഒരു ഡോറ് പോലെ ആക്ട് ചെയ്യും. അതായത് ഡോറ് പോലെ ക്ലോസ് ചെയ്താലും ഈ എപ്പിഗ്ലോട്ടിസ്, അപ്പം ഈ ഫുഡ് ഈസോഫാഗസിലൂടെ മാത്രമേ പോവുള്ളൂ. അപ്പൊ അതാണ് എന്ത്, എപ്പിഗ്ലോട്ടിസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, ഈ ട്രക്കിയ എന്താക്കും, അതിനെ ക്ലോസ് ചെയ്യും. ആര്? എപ്പിഗ്ലോട്ടിസ്. ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിൽ ഗ്രീൻ കളറിൽ, അതായത് പച്ച കളറിൽ കാണുന്നത് എന്താണ്? ഫുഡാണ്. അതിൻ്റെ അടിയിൽ ടങ് ഉണ്ട്. ടങ് എന്ന് പറഞ്ഞാൽ നാവുണ്ട്. ദെൻ അതിൻ്റെ മുകളിലുള്ള പോർഷൻ, ആ ഒരു പോർഷനാണ് നമ്മൾ പാലറ്റ് എന്ന് പറയുന്നത്. ഉവൂല ഉണ്ട്, പിന്നെ ഫാരിൻസ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങൾ, പാർട്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇവിടെ പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ്ങും മിസ്റ്റേക്ക് ഉണ്ട്. PROCESS ആണ്. അതായത് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് ഏതാന്ന് നോക്കാം. ഏതാണ്? മൗത്ത് അല്ലേ. മൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വായ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫസ്റ്റ് എങ്ങോട്ടാണ് എത്തുന്നത്? മൗത്തിലേക്കാണ് അല്ലേ എത്തുന്നത്. ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബൈ സലൈവറി അംലേസ്. അതായത് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച്, ഫുഡില്ലേ, സ്റ്റാർച്ച് അടങ്ങിയ ഫുഡൊക്കെ അത് ഡൈജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? സലൈവറി അംലേസ് ആണ്. ഈ സലൈവറി അംലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻസൈമാണ്. അപ്പൊ നോട്ട് ചെയ്യണം, എന്താണ് എൻസൈമിന്റെ പേര്? സലൈവറി അംലേസ്. ഈ സലൈവറി അംലേസ് ആണ് സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. Salivary amylase is present in saliva which is produced from the salivary gland. അതായത് ഈ സലൈവറി അംലേസ് എവിടെയാണ് കാണുന്നത്? സലൈവ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമിനീര് അല്ലേ. അപ്പൊ ഈ വായിലെ, മൗത്തിലെ ഉമിനീരിലാണ് സലൈവറി അംലേസ് കാണുന്നത്. എന്താണ് സലൈവറി അംലേസ്? ഒരു എൻസൈമാണ്.
ഇനി ഈ സലൈവനെ ഉണ്ടാക്കുന്നത് ആരാണ്? സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. നമ്മളെ മൗത്തിലൊക്കെ എന്ത് സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ഈ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് എന്തുണ്ടാവും? സലൈവ ഉണ്ടാവും. സലൈവ എന്ന് വെച്ചാൽ ഉമിനീരുണ്ടാവും. അപ്പൊ ഈ ഒരു സലൈവയില് ഉമിനീരില് എന്തുണ്ട്? സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അടുത്തതാണ് ഈസോഫാഗസ്. നമ്മൾ സ്വാലോയിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗത്തിൽ നിന്ന് ഫാരിൻസ് ആൻഡ് ഈസോഫാഗസ് വഴി എവിടെ എത്തുന്നു? സ്റ്റൊമക്കിലെത്തുന്നു. അപ്പോൾ ആ ഒരു ഈസോഫാഗസ് എന്ന് പറയുന്ന പാർട്ടാണ് രണ്ടാമത്തത്. പെരിസ്റ്റാൾസിസ് മൂവ്സ് ദ ഫുഡ് ഇൻ ടു സ്റ്റൊമക്ക്. അതായത് ഈ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൈപ്പ് പോലെ, ഒരു കുഴൽ പോലെയാണ് ഉണ്ടാവുക. ഒരു പൈപ്പ് പോലെ എന്ന് ജസ്റ്റ് ഓർത്താൽ മതി. അപ്പൊ ഇവിടെ ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നതാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ? പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസോഫാഗസിന്റെ വാളിൽ എന്തുണ്ട്? മസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മസിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് എന്ത്? ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. ആ ഒരു മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ടാണ് സ്റ്റൊമക്ക്. അതെല്ലാവർക്കും അറിയാം അല്ലെ? എന്താ സ്റ്റൊമക്ക്? വയറ്. ജേംസ് ഇൻ ഫുഡ് ആർ ഡിസ്ട്രോയിഡ് ബൈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് ജേംസ് ഈ ഫുഡിൽ കുറെ എന്തുണ്ടാവും? ജേംസ് ഉണ്ടാവും അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചിലപ്പോൾ കുറെ കീടാണുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്, അതായത് ഇതിനെ നശിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl എന്ന് പറയും. HCl ഈസ് പ്രൊഡ്യൂസ് ബൈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. അപ്പോൾ ഈ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. റെഗുലേറ്റ് pH. അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? pH റെഗുലേറ്റ് ചെയ്യും. ദ എൻസൈം പെപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ. പിന്നെ പ്രോട്ടീൻ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തുണ്ടാവും? പ്രോട്ടീൻ, ന്യൂട്രിയൻ്റ് ആയിട്ട് പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താണ്? പെപ്സിൻ. അപ്പൊ നമ്മളിവിടെ രണ്ട് എൻസൈംസ് പഠിച്ചു. ഒന്ന് സലൈവറി അംലേസ് അല്ലെ? സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന സലൈവറി അംലേസും രണ്ടാമത്തത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമും. അടുത്തത് എന്താ പറയുന്നത്? ഈ സ്റ്റൊമക്ക് തന്നെ ലിപ്പേസസ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. അതായത് ലിപ്പിഡുകളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താണ്? ലിപ്പേസസ്. അപ്പോൾ 3 എൻസൈമായി. മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക് വാൾ. അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ വാള് അല്ലെ? നമ്മുടെ വയറിന്റെ ചുമരുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ആളാരാണ്? മ്യൂക്കസ് ആണ്. ഓക്കെ, അടുത്ത ഭാഗമാണ് ലിവർ. അതെല്ലാവർക്കും അറിയാം. എന്താണ് ലിവർ എന്ന് പറഞ്ഞാൽ? കരൾ അല്ലെ? പ്രൊഡ്യൂസസ് ബൈൽ ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ ഗാൾ ബ്ലാഡർ. അതായത് ഈ ലിവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബൈൽ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആണ് ബൈൽ എന്ന് പറയുന്നത് അല്ലെ? ഒരു വെള്ളം പോലെയുള്ള ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിലാണ് ബൈൽ. അപ്പൊ ഈ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവർ ആണ്. എന്നിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യും? ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു പോർഷനിൽ സ്റ്റോർ ചെയ്യും. എൻസൈംസ് ആർ ആബ്സെന്റ് ഇൻ ബൈൽ. ഈ ബൈൽ എന്തില്ല? എൻസൈംസ് ഇല്ല. Bile reaches to duodenum and converts fat into small particles. അപ്പോൾ ഡ്യൂഡിനം, ജിജിനം, ഇലിയം എന്നൊക്കെ പറയും നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമാണ്. അപ്പം ഈ ഒരു ബൈല് എവിടെ എത്തും? ഡ്യൂഡിനത്തിലേക്ക് എത്തിയിട്ട് അവിടെ ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും. റെഗുലേറ്റ് pH. അതേപോലെ എന്താ? pH റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആര്? ബൈൽ. അടുത്ത പോർഷൻ ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പോൾ പാൻക്രിയാസ് എന്താ ഉണ്ടാക്കുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. റീച്ചസ് ദ ഡ്യൂഡിനം. പിന്നെ എവിടെ എത്തുന്നുണ്ട്? ഡ്യൂഡിനത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലിവർ ആണ് അല്ലെ? അപ്പോൾ ആ ഒരു ബൈലും എവിടെ എത്തുന്നുണ്ട്? ഈ ഒരു ഡ്യൂഡിനത്തിൽ എത്തുന്നുണ്ട്. അല്ലെ? പാൻക്രിയാറ്റിക് ജ്യൂസും എവിടെ എത്തുന്നുണ്ട്? ഡ്യൂഡിനത്തിൽ എത്തുന്നുണ്ട്. സ്റ്റാർച്ച്, പാൻക്രിയാറ്റിക് അമലേസ്, പാർഷ്യൽ ഡൈജഷൻ. അതായത് ഇവിടെ എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ബൈലിന്റെ കേസിൽ എൻസൈം ഇല്ല, പക്ഷെ ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലൊക്കെ എന്തുണ്ട്? എൻസൈം ഉണ്ട്. അപ്പം ഈ സ്റ്റാർച്ചിന് ഇവിടെ നമ്മൾ ഈ സ്റ്റാർച്ച് ഈ മൗത്തിൽ വെച്ച് മാത്രമല്ല ഡൈജഷൻ നടക്കുക, അത് നമ്മളെ സ്റ്റൊമക്കിലേക്ക് എത്തുന്ന സമയത്ത് പാൻക്രിയാസിൽ വെച്ചിട്ടും എന്തുണ്ട്? കുറച്ചുകൂടി ഡൈജഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാൻക്രിയാറ്റിക് അമലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അതെന്താവും? സ്റ്റാർച്ചിന്റെ പാർഷ്യൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവനായിട്ട് ഡൈജസ്റ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ സ്റ്റാർച്ചിന് പാൻക്രിയാറ്റിക് അമലേസ് എന്ന് പറയുന്ന എൻസൈം പാർഷ്യൽ ഡൈജസ്റ്റ് ചെയ്യും, കുറച്ച് ഡൈജസ്റ്റ് ചെയ്യും. മറ്റൊന്നാണ് ട്രിപ്സിൻ, അത് പ്രോട്ടീന് പാർഷ്യൽ ഡൈജസ്റ്റ് ചെയ്യും. ഇനി അടുത്തത് ലിപ്പേസസ്, അതായത് ലിപ്പിഡിന് ഡൈജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആ ലിപ്പേസസ് എന്താക്കി മാറ്റും? ലിപ്പിഡിന് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. അവിടെ കംപ്ലീറ്റ് ഡൈജഷൻ ആണ് വരുന്നത്. അപ്പോൾ പാൻക്രിയാസിന്റെ കേസിൽ നമ്മൾ ഓർക്കാനുള്ളത് എൻസൈംസ് ഏതൊക്കെ വരും എന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് അമലേസ്, പിന്നെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം. ഇനി അടുത്ത എന്താണ്? ലിപ്പിഡിന് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം. അടുത്തതാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്, അതായത് ചെറുകുടൽ എന്ന് പറയും. ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ, പാൻക്രിയാസ് ഇൻറ്റു സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതായത് ഈ ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും ഉണ്ടാക്കുന്ന ജ്യൂസ്, ഡൈജസ്റ്റീവ് ജ്യൂസ് എങ്ങോട്ടെത്തും? സ്മാൾ ഇൻറ്റസ്റ്റൈനിലെത്തും അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂഡിനത്തിലെത്തും എന്ന് പറഞ്ഞില്ല ഇനി, ബൈലും അതേപോലെ പാൻക്രിയാറ്റിക് ജ്യൂസും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് പ്ലസ് ഗാലക്ടോസ്. അതായത് കാർബോഹൈഡ്രേറ്റില്ലേ, നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഫുഡിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന് കാർബോഹൈഡ്രേസസ് എന്ന് പറയുന്ന എൻസൈം. ഇവിടെ എൻസൈമിന്റെ പേരാണെന്ത്? കാർബോഹൈഡ്രേസസ്. അപ്പൊ ഈ കാർബോഹൈഡ്രേസസ് കാർബോഹൈഡ്രേറ്റിനെ എന്തൊക്കെയാക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും, ഫ്രക്ടോസ് ആക്കി മാറ്റും, ഗാലക്ടോസ് ആക്കി മാറ്റും. അടുത്തതാണ് പ്രോട്ടിയേസസ് അമിനോ ആസിഡ്. അതായത് പ്രോട്ടീനെ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈം അമിനോ ആസിഡ് ആക്കി മാറ്റും. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, വാട്ടർ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതായത് ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് പിന്നെ എന്തൊന്നും എടുക്കുന്നുണ്ട്? ഈ സിമ്പിൾ ന്യൂട്രിയൻസും വാട്ടർ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതിനെയൊക്കെ എന്താകുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. അടുത്ത 7ാമത്തെ പാർട്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അൺഡൈജസ്റ്റഡ് ഫുഡ് റീച്ച് ഹിയർ. അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അതിനുശേഷം അത് മൗത്തിലൂടെ, ഈസോഫാഗസിലൂടെ, അതേപോലെ പാൻക്രിയാസ്, ലിവർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇതിലൂടെയൊക്കെ പോയി ഡൈജഷൻ പ്രോസസ്സൊക്കെ നടന്നു. അങ്ങനെ അവസാനം ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡ് ഉണ്ടാവും അല്ലേ? ആ ഫുഡ് എവിടെയാണ് എത്തുന്നത്? അവസാനം ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് എത്തുന്നത്. അതായത് നമ്മൾ വൻകുടൽ എന്ന് പറയും. ദ അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സാൾട്ട് ഓക്കേഴ്സ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്താക്കും? ഇനി എന്തെങ്കിലും കുറച്ച് സാൾട്ടോ വാട്ടറോ ബാക്കി ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. സർട്ടൻ ബാക്ടീരിയ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് വൈറ്റമിൻ കെ ആൻഡ് ബി കോംപ്ലക്സ്. പിന്നെന്താണ്? ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചില ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് വൈറ്റമിൻ കെയും വൈറ്റമിൻ ബി കോംപ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ? ക്യാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ടു റെക്ടം ആൻഡ് എക്സ്പെൽസ് ത്രൂ ദ ആനസ്. പിന്നെ അവസാനം ഉണ്ടാവുന്ന വേസ്റ്റ്, ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡ്, ഈ ഒരു അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവസാനം ഉണ്ടാവുന്ന വേസ്റ്റ് എവിടെ എത്തും? റെക്ടത്തിലെത്തും. പിന്നെ അത് ഏതിലൂടെ പുറത്തേക്ക് പോവും? ആനസ് വഴി പുറത്തേക്ക് പോവാണ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് വാട്ടറും സിമ്പിൾ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ എന്താകുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ എവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലോങ് അല്ലെ, ഒരു വലിയതാണ്, നീളം കൂടിയതാണ്, കോയിൽഡ് മസ്കുലർ ട്യൂബ്. കോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചുരുങ്ങിയിട്ടാണ് അത് ഉണ്ടാവുക അല്ലേ? ഒരു മസ്കുലാർ ട്യൂബാണ്, മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്യൂബാണ് അത്. കോയിൽഡ് ആണ് അല്ലേ, ചുരുങ്ങിയിട്ടാണ് ഉണ്ടാവുക. 6 മീറ്റർ ലോങ് ആൻഡ് 2.5 സെന്റിമീറ്റർ ഡയമീറ്റർ. അപ്പം അതിൻ്റെ ഡയമീറ്റർ വരുന്നതെന്ന് പറയുന്നത് 2.5ഉം അതിന് എത്ര നീളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 6 മീറ്റർ ആണ് അതിൻ്റെ ലോങ് വരുന്നത്, 6 മീറ്റർ.
ഹെൽപ്ഫുൾ ഫോർ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ഡൈജഷനും നടക്കുന്നുണ്ട്, അബ്സോർപ്ഷനും നടക്കും. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഈ വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുമുണ്ട്. അതേപോലെ ഫുഡിൻ്റെ ഡൈജഷനും ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഡ്യൂഡിനം ഈസ് ദ ഇനീഷ്യൽ പാർട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. ഏതാണ്? ഡ്യൂഡിനം, ജിജിനം, ഇലിയം എന്ന് പറയും. അപ്പോൾ ഡ്യൂഡിനമാണ് ആദ്യത്തെ പാർട്ട് അല്ലെ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂഡിനം. വില്ലി പ്രസന്റ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് വില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംഗുലർ ഫോം ആണ് വില്ലസ്. വില്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിംഗർ അല്ലെ, നമ്മളെ വിരല് പോലെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്താ ഈ ഒരു വില്ലി എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. വില്ലസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ വില്ലസിനെ കാണാൻ ഏതുപോലെയാണ്? ഒരു ഫിംഗർ പോലെയാണ് അല്ലേ, നമ്മുടെ വിരല് പോലെയാണ് കാണാൻ. ഫൗണ്ട് ത്രൂ ഔട്ട് ഇന്നർ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലുള്ള വാളിൽ അല്ലെ, ഈ ഉള്ളിലുള്ള ചുമരുകളിലൊക്കെ ഈ ഒരു എന്ത് കാണാം? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ വില്ലസ് കാണാൻ പറ്റും. ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വില്ലസ് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ഈ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ, ഈ അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ എന്താക്കും? കൂട്ടും. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് വില്ലസ് നോക്കുകയാണെങ്കിൽ ഈ വില്ലസിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ടാണ് സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെൽസ്, രണ്ടാമത്തേത് ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് മൂന്നാമത്തേത് ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെൽസ് എന്താണെന്ന് നോക്കാം. പ്രൈമറി സർഫസ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സർഫസ് ആണ് എന്താ? സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ബ്രാഞ്ച് ഓഫ് ആർട്ടറി എൻറ്റേഴ്സ് ദ വില്ലസ് ആൻഡ് ഫോംസ് ദ ബ്ലഡ് കാപ്പിലറീസ്. അതായത് ഈ ബ്ലഡ് ഒക്കെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താവും? ബ്രാഞ്ച് ഓഫ് ആർട്ടറീസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും. They unite to form veins and leave villus ആണ്. അപ്പോൾ ഈ ഒരു ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ യുണൈറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? വീൻസ് ആയിട്ട് മാറും. ആൻഡ് ഈ വീൻസ് ഏതിലൂടെ പോകും? വില്ലസിലൂടെ പുറത്തേക്ക് പോകും. അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്. അപ്പോൾ ഈ ഒരു ബ്ലഡ് കാപ്പിലറീസിൽ വെച്ചിട്ടാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെൽസിൽ വെച്ചിട്ടാണ് എന്ത് അബ്സോർബ് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലഡ് കാപ്പിലറീസിൽ വെച്ചിട്ടാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് അബ്സോർബ് ചെയ്യുന്നത്. ലാസ്റ്റ് പാർട്ടാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ദ ബ്രാഞ്ച് ഓഫ് ലിംഫ് വെസൽ. ലിംഫ് വെസൽസിൻ്റെ ഒക്കെ ഒരു ശാഖയാണ്. അബ്സോർബ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇൻടു ഇറ്റ്സ് ലിംഫ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതിൻ്റെ ലിംഫിലേക്ക് എന്താവുകയാണ്? അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം 3 പാർട്ടാണ് വില്ലസിനുള്ളത്. അപ്പോൾ വില്ലസിനെ കുറിച്ച് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വില്ലസ് വില്ലി എവിടെ മാത്രമേ നമുക്ക് കാണുള്ളൂ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മാത്രമേ ഉള്ളൂ. മോർ സ്പെസിഫിക്കലി പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വാളിലാണ് കാണുക. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യാണ്. അതായത് അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഏതുപോലെ ഇരിക്കും കാണാനെന്ന് ചോദിച്ചാൽ ഒരു ഫിംഗർ ലൈക്ക് ആണ് അല്ലേ, വിരൽ പോലെയാണ് നമുക്ക് കാണാനുണ്ടാവും. അപ്പം അതിൻ്റെ പിക്ചർ നോക്കുകയാണെങ്കിൽ യെസ്, ഇവിടെ നമ്മൾ സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ് പുറത്തൂടെ ആ ഒരു സ്ക്വയറിൽ കാണുന്നത് എന്താണ്? സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. പിന്നെ റെഡ് കളറിൽ കാണുന്നതാണ് ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രീൻ കളർ പച്ച കളറിൽ കാണുന്ന എന്താണ്? ലാക്റ്റിയൽ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പോലെ കാണുന്നില്ലേ, അപ്പോൾ അതാണ് വില്ലസ്. ഇത്രയും ഭാഗമാണ് ഈ ഒരു ഷോർട്ട് നോട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി അടുത്ത ഭാഗം അതിൻ്റെ ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്ക് യൂസ് ആയിക്കോട്ടെ. സോ താങ്ക് യു സോ മച്ച്. ബൈ.